സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ചികിത്സാ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിന്റെ നീതി നിഷേധത്തിനെതിരെ പരാതിയുമായി വൃദ്ധ ദമ്പതികൾ രംഗത്ത്. 11 ദിവസം ആശുപത്രിയിൽ കിടത്തി ചികിത്സയ്ക്ക് വിധേയയായ വയോധികയ്ക്ക് ഇൻഷുറൻസ് ആനുകൂല്യം പൂർണ്ണമായി നിഷേധിച്ചു എന്നാണ് പരാതി. ശ്വാസതടസ്സവും ചുമയുമായി കൊല്ലം ശങ്കേഴ്സിൽ ചികിത്സ നേടിയ ആലപ്പുഴ കായംകുളം പത്തിയൂർ സ്വദേശി ഗോപാലകൃഷ്ണന്റെ ഭാര്യ സലീനയ്ക്കാണ് ദുരനുഭവമുണ്ടായത്. ഞങ്ങൾ ചെന്നന്ന് തന്നെ വൈകിട്ട് മെഡിസിപ്പിൻ്റെ കാർഡ് കൊടുത്തപ്പോൾ പറഞ്ഞ് 16,000 സംതിങ് രൂപ അപ്രൂവലായിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ ലാസ്റ്റ് ഈ ഇത് കൊടുത്തപ്പം പറഞ്ഞ് ഇതെല്ലാം റിജക്റ്റ് ചെയ്ത് ഇത് അവിടെ കിടക്കേണ്ട കാര്യമില്ലെന്നാണ് പറഞ്ഞ്. പക്ഷേ ഡോക്ടർ പറഞ്ഞ് അവിടെ കിടന്ന് ചികിത്സിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഈ ചുമയുടെ മരുന്ന് അങ്ങോട്ട് ഈ ചെയ്യുന്നുടനെ സ്റ്റീറോയിഡൊക്കെയാണ് ചെയ്യുന്നത്. അത് ചെയ്യുന്നുടനെ എനിക്ക് ഷുഗർ അങ്ങ് 500-600 ഒക്കെ അങ്ങ് ആകും. അങ്ങനെ ആകുമ്പോൾ ഡോക്ടർ അത് നിർത്തുമ്പം പിന്നെ ചുമ വീണ്ടും തുടങ്ങും. അങ്ങനെ ട്രീറ്റ് ചെയ്ത 11 ദിവസം അവിടെ ഇപ്പോൾ കിടത്തി കഴിഞ്ഞ് ബില്ല് വന്നപ്പോൾ 79 ചില്ലറ ഉണ്ടായിരുന്നു. അപ്പം അത് അവർ തരത്തില്ലെന്ന് റിജക്റ്റ് ചെയ്ത്. എനിക്കങ്ങനെ തോന്നുന്നു, ഇപ്പം കിട്ടാതിരിക്കുന്നതല്ലേ, ഇപ്പം 24 കിട്ടിയില്ല, അതുകൊണ്ട് ഞങ്ങൾ പിന്നെ 25 പോയില്ല. എനിക്ക് എല്ലാ പ്രാവശ്യവും ഈ ചുമ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ശ്വാസം വിടാൻ പറ്റത്തില്ല, അത്ര ഭയങ്കര ചുമയാണ് എനിക്ക്. ഈ ഓക്കാനം പോലെ വരും, കഫം വന്നിട്ട് ശ്വാസം മുട്ടി ഓക്കാനം പോലെ വന്നിട്ട് നമുക്ക് നിൽക്കാനും ഇരിക്കാനും ഒന്നും പറ്റത്തില്ല, വല്ലവരോടും സംസാരിക്കാൻ പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല, കിടക്കാൻ പറ്റത്തില്ല, രാത്രി കിടന്നു കഴിയുമ്പോൾ ഉറങ്ങാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടാണ്. സുധീഷ് ഗോപാലാണ് ചേർന്നത്. സുധീഷ്, വൃദ്ധ ദമ്പതികളാണ്. ഈ മെഡിസെപ്പ് അത് വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്നതാണ് സംസ്ഥാന സർക്കാർ, അല്ലേ? അപ്പോൾ ആ വൃദ്ധ ദമ്പതികൾക്ക് പോലും അതിൻ്റെ ഒരു ആനുകൂല്യം ലഭിക്കുന്നില്ല എങ്കിൽ ഇത് ആർക്കാണ്, എന്താണ് ഗുണം എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നുണ്ട്. എന്താണ് അവർക്ക് കൂടുതൽ പറയാനുള്ളത്? രാഹി, ഇത് കേവലം ഈ ഒരു കുടുംബത്തിൻ്റെ മാത്രം അവസ്ഥയല്ല. നമ്മൾ അന്വേഷിക്കുമ്പോൾ പല ആശുപത്രികളിലും ഇത്തരത്തിൽ മെഡിസെപ്പിൻ്റെ പരിധിയിൽ വരുന്ന ആശുപത്രിയിൽ തന്നെ ഇത്തരത്തിൽ ചികിത്സ തേടി അതിൻ്റെ ബില്ലായി കഴിയുമ്പോൾ ഇത് റിജക്റ്റ് ചെയ്യുന്ന, പൂർണ്ണമായും ഇത് നൽകാൻ സാധിക്കില്ല എന്നൊരു നിലപാടിലേക്ക് മെഡിസെപ്പ് പോകുന്നു എന്നത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ നിരവധി പേർ ബുദ്ധിമുട്ടുന്നു. ഇത് മാസം 678 രൂപയാണ് ഈ കുടുംബം അടയ്ക്കുന്നത്. അതായത് ഒരു വർഷം ഏതാണ്ട് 8,000 രൂപയ്ക്കടുത്ത് അടയ്ക്കുന്ന ഒരു കുടുംബത്തിനാണ് ഈ നീതി നിഷേധം. ഇവർക്ക് 2024 സമാന രീതിയിൽ ആശുപത്രിയിൽ കിടത്തി ചികിത്സയ്ക്ക് വിധേയമായി ഇത്തരത്തിൽ കൊടുക്കുമ്പോഴും റിജക്റ്റ് ചെയ്യുക. അന്നും അവർ അപ്പീൽ പോയി, അതിനൊരു മറുപടി പോലും ലഭിക്കുന്നില്ല. ഇവർ സർക്കാർ പറയുന്ന അത്തരത്തിലുള്ളത് പരിശോധിക്കാൻ ഒരു സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മാസത്തിനുള്ളിൽ അവരുടെ മറുപടി വരും, ഒരു മാസത്തിനുള്ളിൽ അത് പരിഹരിക്കുമെന്ന് പറയുന്നു. പക്ഷേ ഇപ്പോഴത്തെ കേസിലും ഇവർ അപ്പീൽ നൽകിയിട്ടുണ്ടെങ്കിലും ഒരു തരത്തിലുള്ള മറുപടിയും വന്നിട്ടില്ല, 1 രൂപ പോലും കിട്ടിയിട്ടില്ല. ഇത്തരത്തിൽ സർക്കാർ ജീവനക്കാരും അതോടൊപ്പം തന്നെ ഈ പെൻഷനായവരും എല്ലാം തന്നെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതിനെതിരെ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന നിരവധി പേരാണ് സമൂഹത്തിലുള്ളത്. ഇവരെല്ലാം തന്നെ ചികിത്സയ്ക്കായി മറ്റൊരു സ്വകാര്യ ഇൻഷുറൻസ് കമ്പനിയെ പ്രീമിയം അടച്ചാൽ പോലും 1 ലക്ഷം 2 ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് കവറേജ് ഈ ഒരു തുകയ്ക്ക് കിട്ടും. ആ സാഹചര്യത്തിലാണ് ഇത്രയേറെ തുക ഈ ആൾക്കാരിൽ നിന്ന് തന്നെ, ഉപഭോക്താവിൽ നിന്ന് തന്നെ മേടിച്ചുകൊണ്ട് സർക്കാരും ഒരു വിഹിതം അടയ്ക്കുന്നു എന്ന് പറയുന്നു. എന്നിട്ടും ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല. ഇപ്പോഴത്തെ ചികിത്സാ ചെലവറിയാം. അതിലുപരി കോവിഡിനും മറ്റും ശേഷം ഇത്തരം പകർച്ച പനികളും മറ്റ് ഗുരുതരമായ അസുഖങ്ങളും ഒക്കെ വരുന്നത് നിരവധി പേർക്കാണ്. ഈ വൃദ്ധയുടെ തന്നെ സാഹചര്യം പരിശോധിക്കുമ്പോൾ അതികഠിനമായ ചുമ, അതോടൊപ്പം തന്നെ പ്രമേഹ രോഗിയാണ്. ഏതൊരു കാരണവശാലും കിടത്തി ചികിത്സയ്ക്ക് വിധേയമാകേണ്ട ഒരു സാഹചര്യത്തിൽ പ്രാഥമിക ചികിത്സ മറ്റൊരു ആശുപത്രിയിൽ നേടിയ ശേഷം ഗുരുതര സാഹചര്യമാണെന്ന് കണ്ടിട്ടാണ് ഈ ആശുപത്രിയിൽ പോയി കിടക്കുന്നത്. ഈ ബിൽ തുകയ്ക്ക് പുറമേയും ഇവർക്ക് മറ്റ് ചിലവുകളും ആവുന്നതാണ്. എന്നിരുന്നാലും രോഗം ഭേദമാകാൻ വേണ്ടിയാണ് ഇത്തരം ഒരു ആശുപത്രിയെ സമീപിച്ചത്. അവിടുത്തെ ഡോക്ടർമാരും എല്ലാം കൃത്യമായി സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്, ഇന്നതായിരുന്നു ചികിത്സ, ഇന്ന മരുന്നുകളാണ് കൊടുത്തത്. എന്നിട്ടും പറയുന്നത് 1 രൂപ പോലും നൽകാനാവില്ല എന്നുള്ളതാണ്. ഇതൊരു വലിയ തട്ടിപ്പാണ്. ഒരുപക്ഷെ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ കൂടി അറിവോടുള്ള വലിയ ചൂഷണമാണെന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. ഇതിനെതിരെ ശക്തമായ നിയമ നടപടിയുമായി പോകാനാണ് ഈ കുടുംബത്തിൻ്റെ തീരുമാനം. അതേ സാഹചര്യത്തിൽ തന്നെ ഇത് തിരുത്തൽ ഉണ്ടാവണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്നും ശക്തമാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. രാഹി, എന്തായാലും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് മെഡിസെപ്പിന്റെ പേരിൽ നടക്കുന്ന വലിയൊരു തട്ടിപ്പാണ് എന്നാണ് അവർ തന്നെ പറയുന്നത്, അല്ലെ? ആ വൃദ്ധ ദമ്പതികൾ തന്നെ പറയുന്നത് അത് എല്ലാം ഓക്കെ ആണെന്ന് പറയുന്നു. അതെ, പിന്നീട് ചികിത്സ തേടുമ്പോൾ അത് ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ സാധാരണ രൂപ പോലും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് അതൊന്ന് ആലോചിച്ചു. ഒരു
വൃദ്ധ ദമ്പതികളാണ്. അപ്പോൾ അവർക്ക് ഒരുപക്ഷെ ഇതുമാത്രമാകാം ആശ്രയം. ആ ആശ്രയം തേടി വരുന്നവരോട് പോലും കരുണ കാണിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് സർക്കാരാണ് നിങ്ങൾ, എന്ത് പദ്ധതിയാണ് നിങ്ങളുടെ മെഡിസെപ്പ് എന്നത്? നേരത്തെ തന്നെ വിവാദങ്ങൾക്ക് നടുവിൽപ്പെട്ടതാണ് ഈ പദ്ധതി. അപ്പോൾ അതുപോലും പറ്റിപ്പാണ് എന്നോ ബോധ്യമാകുന്നത്, തെളിയുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ.